ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു DIY കോഫി സ്ക്രബ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിന് എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്തായാലും അത് ചെയ്യണം. അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോഫി സ്ക്രബ് ആണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് കോഫി പൗഡർ, പിന്നെ നമ്മൾ മസാലയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കറുവപ്പട്ട അത് പൊടിച്ചത്, അരിപ്പൊടി, പഞ്ചസാര. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് ചേർക്കാം. നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടാൻ പൊടിക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ. ഇതിൽ ഞാനിപ്പോൾ ആഡ് ചെയ്തത് ബ്രൗൺ ഷുഗറാണ്. പക്ഷേ നമുക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല. അത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷേ വലിയ തരികളായിട്ടുള്ള പഞ്ചസാരനേക്കാൾ എപ്പോഴും നല്ലത് ചെറിയ തരികളായിട്ടുള്ള പഞ്ചസാര ആയിരിക്കും. പിന്നെ വേണ്ടത് അരിപ്പൊടി, നമ്മൾ വീട്ടിൽ പുട്ടിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി, അത് 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഡ്രൈ സ്കിന്നുള്ള ആളാണെങ്കിൽ വെള്ളത്തിന് പകരം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി കോമ്പിനേഷൻ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം കുറച്ച് തേൻ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ സ്കിന്നിനനുസരിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ. ഇനി ഞാനിത് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് ഒരുപാടൊന്നും നമ്മൾ അപ്ലൈ ചെയ്യണമെന്നില്ല. ഒരു തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ മെയിനായിട്ടുള്ളത് തന്നെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം ഇത് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം. അപ്പോഴാണ് നമ്മളുടെ ഡെഡ് സ്കിൻസൊക്കെ പോവുക. ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതുപയോഗിച്ചാൽ നമുക്ക് ഇൻഗ്രോൺ ഹെയർസും പോവാൻ ഹെൽപ്പ് ചെയ്യും. നമുക്കിതൊന്ന് കഴുകാം. കണ്ടോ, എൻ്റെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാ ഡെഡ് സ്കിൻസും പോയി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കൂടാതെ ഞാൻ കുറച്ച് സ്കിൻ കെയർ ടിപ്സും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്, നമ്മൾ മെയിനായിട്ട് എപ്പോഴും നോക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.